ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ഉണക്കമാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് മാങ്ങയൊക്കെ ഇവിടെ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ദിവസം ഉപ്പിലിട്ട് വെച്ച് നമ്മൾ നന്നായിട്ട് ഒരു 2 ദിവസം ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 കപ്പൽ മുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കേട്ടോ. ഇനി ഇതുപോലെ ഒരു പാനോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാവേ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഉലുവി നന്നായിട്ട് മുരിഞ്ഞ് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പല രീതിയിൽ പല ടേസ്റ്റിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയെടുക്കില്ലേ. അപ്പോൾ ഇതും ഒരു വെറൈറ്റി അച്ചാർ, വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് അരിയാൻ നോക്കുക. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. നല്ലൊരു മണമായി കയറും കേട്ടോ. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് കപ്പൽ മുളകും കൂടി ഇട്ട് കൊടുക്കാവേ. അതും നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കേട്ടോ. ഇനി ഒരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉണക്കി വെച്ച മാങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള അച്ചാറാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാർ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റോ അടിപൊളിയാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കിടുക്കാച്ചി അച്ചാറാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക.